സഭയ്ക്ക് വഴങ്ങുമോ കോൺഗ്രസ് എന്നല്ല. അങ്ങനെ വഴങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്സായി മാറുകയല്ലേ. കാരണം മാണി കോൺഗ്രസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ജോസഫ് കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ്. പിന്നെ സഭയ്ക്ക് കീഴടങ്ങി ആൻ്റണിയെ KPCC പ്രസിഡൻ്റാക്കും എന്നാണ് കേട്ടത്. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു കേരള കോൺഗ്രസ് കൂടെ ഉടലെടുക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് സത്യം ഒരു മതേതര പാർട്ടിയാണെന്ന് പറയുകയും ബിഷപ്പുമാർ ആൻ്റണിയുടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പിന്നെ ഇതെന്താണ് ഇതിൻ്റെ കളിയെന്നറിയാൻ പറ്റും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആൻ്റണി ആരാണ്? ആൻ്റണി ഇപ്പം 4ാമത്തെ പ്രാവശ്യം നിന്ന് അവിടെ ജയിച്ചു, പത്തനംതിട്ടയിൽ നിന്ന്. അദ്ദേഹം നിശ്ചയിച്ച് അദ്ദേഹം ജയിച്ച നിയോജക മണ്ഡലത്തിലേക്ക് എവിടെയെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടുണ്ട്? പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒറ്റ ആൾ ജയിച്ചിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറാണല്ല, ഇപ്പോൾ ഓപ്പറേഷൻ സുധാകരനും വേണം. അപ്പം ഈ ഓപ്പറേഷൻ സുധാകർ ഇപ്പോൾ നടത്താനുള്ള കാരണം എന്താണ്? അതിനുള്ള പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായി. സുധാകരൻ നിന്ന പാട്ടിലെല്ലാം ഗംഭീരമായി ജയിച്ചു. മാത്രമല്ല, അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം വരുന്ന സമയത്തൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അതിൻ്റേതായ ദോഷങ്ങളെല്ലാം കോൺഗ്രസ് സംഭവിക്കുകയില്ലേ. സുധാകരൻ എന്തിനു മാറ്റണം? സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനും ആയ ഒരു KPCC പ്രസിഡൻ്റാണ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തിന് എല്ലാവരും തോക്കുമെന്ന് വിചാരിച്ചിട്ട് 1 ലക്ഷത്തിന് മേൽ വോട്ടിനാണ് ജയിച്ചത്. ആൻ്റണി ജയിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ആൻ്റണി സാറിൻ്റെ മകനുണ്ടല്ലോ, നിൽക്കാതിരുന്നെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ്. കാരണം 60,000 വോട്ടിനാണ് ജയിച്ചത്. 3 ലക്ഷം വോട്ടോളം നമ്മുടെ തോമസ് സാർ മേടിച്ചിട്ടുണ്ട്. തോമസ് ഐസക് സാർ 3 ലക്ഷത്തിന് മേൽ. ഇദ്ദേഹത്തിന് കിട്ടിയത് 3,01,000 വോട്ടാണ്. 3,60,000. 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അവിടെ അപ്പോഴും AK ആൻ്റണിയുടെ മകനുണ്ടല്ലോ 2 ലക്ഷത്തിന് മേൽ വോട്ട് മേടിച്ചിട്ടുണ്ട്. 2,34,400. അപ്പോൾ ആ വോട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ 1,60,000 വോട്ടിന് തോറ്റാണ് ഈ ആൾ നിൽക്കാതിരുന്നത്. അതാണ് സത്യം. അദ്ദേഹം ഒരു ജനപ്രിയനല്ല, ജനങ്ങളിലേക്ക് വലിയ സ്വാധീനമുള്ള ആളല്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബ്രദർമാർ നേതൃത്വം വഹിക്കുന്ന സൊസൈറ്റി മുഴുവൻ കൊള്ളയടിച്ച് ആ ജനങ്ങളെയെല്ലാം ചതിച്ച് അത് ആ സൊസൈറ്റിയിൽ നശിപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ എല്ലാ കഥകളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കൂടെ ഉൾപ്പെട്ടതാണ് ആ സൊസൈറ്റി എന്നും. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ്. ഇദ്ദേഹം തന്നെ ഇത്തവണ നിൽക്കരുത്, നിന്നാൽ തോറ്റുപോകും എന്ന് കണക്കാക്കി നിൽക്കരുതെന്ന് കരുതലേ ഇതെന്ന ആളാണ്. പിന്നെ AK ആൻ്റണിയുടെ മകനാണ് പുള്ളിയുടെ ഐശ്വര്യം. അത് AK ആൻ്റണിയുടെ മകൻ നിന്നത് കൊണ്ട് ജയിച്ചത്, അല്ലെങ്കിൽ 4 നേരെ പൊട്ടിത്തെറിച്ച് പോയാണ്. ആളെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു ബിഷപ്പുമാർ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. നമ്മുടെ സോണിയാഗാന്ധിയുടെ മരുമകനാണ് ഇതിന് സ്പോൺസർ എന്നാണ് കേട്ടത്. നേരെ നമുക്ക് ശരിയായിട്ട് അറിയില്ല. ബിഷപ്പുമാർ പലരും ഇപ്പോൾ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലാണ്. അതിനിടയ്ക്ക് ഈ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ അവർക്കൊന്നും നേരമില്ല, അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കാരും സംബന്ധിച്ചിടത്തോളം അവരാരും ഇതിനകത്ത് ഞങ്ങളാരും ഇതിന് പിന്തുണ നൽകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട്. എന്തും ആകട്ടെ, പലരും അവകാശപ്പെട്ട് ഇന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന പേരും പിന്നെ ഒരു അപ്രസക്തൻ്റെ പേര് കേട്ടിട്ട് പറയില്ല. മുരളി പറഞ്ഞ പോലെ ഫോട്ടോ കണ്ടാൽ പോലും അറിയാത്ത ഒരാളുടെ പേരാണ് പിന്നെ കേട്ടത്. അത് 2 ക്രിസ്ത്യൻകാരാണ്. അപ്പോൾ ഇതൊരു കോൺഗ്രസിൻ്റെ സർവനാശം അടുത്തു എന്ന് തോന്നുന്നു. അതാണ് കാരണം. ഞാൻ പണ്ട് സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്, സുധാകരോ താൻ KPCC പ്രസിഡൻ്റായി, താൻ ചതിയപ്പെടും. അത് എന്നെ ചതിക്കാൻ ആരൊക്കെ? ഞാൻ പറഞ്ഞേ, തെക്കനെയും പാമ്പിനെയും ഒന്നിച്ച് കണ്ടാൽ തല്ലിക്കൊല്ലേണ്ടത്
തെക്കനെയാണെന്ന് നിങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. വടക്കരി ഈ തെക്കനായ ഈ നാട്ടുകാർ ഒരിക്കലും വടക്കനായ തീയനായ തന്നെ വാഴാനും അനുവദിക്കില്ല. അനുഭവം കൊണ്ട് കണ്ടോന്നുണ്ട്. ആ അനുഭവമല്ലേ ഇപ്പോൾ കണ്ടത്. തെക്കനായ തീയനായ സുധാകരനെ വെട്ടിനിരത്താൻ ഇന്ന് വടക്കനായ തീയനായ സുധാകരൻ വെട്ടിനിരത്താൻ തെക്കനായ ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ്. അത് പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശരിയെന്ന് ഞാൻ തെളിയിക്കുകയാണ്. സുധാകരൻ അന്ന് ഞാൻ പറഞ്ഞു, സുധാകരൻ വിശ്വസിച്ചില്ല. അനുഭവം കണ്ടില്ലേ? എന്തുകൊണ്ട് ഈ പീരീഡ് തീർക്കാൻ ഇവർ സമ്മതിക്കാത്ത എന്താ കാര്യം? കാർഗയെ കെട്ടിപ്പിടിക്കും, ഉമ്മ വെച്ചൊക്കെ വിട്ടതാണെന്നൊക്കെ പറയുന്നു. ഒരു കുഴപ്പമില്ല, നിന്നൊന്നും. നിങ്ങളൊന്ന് ആലോചിക്കും, കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുക? ഓരെങ്കിൽ ഈ യുദ്ധം നടക്കുന്ന സമയമാണ്, ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് മഹായുദ്ധം പോലെ നടന്നാൽ മതി. അതിനിടയ്ക്ക് ഒരു കോൺഗ്രസിനകത്തൊരു യുദ്ധം ഉണ്ടാക്കാൻ കോമൺ സെൻസ് ഉള്ളവൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ്റെ എല്ലാം ഉളംപാറെ പറഞ്ഞേക്കണം. അത് കോൺഗ്രസിന് സർവനാശമാണ്. മാത്രമല്ല തൊട്ടടുത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ സമയത്ത് അല്പം വെയിറ്റ് ചെയ്യാനുള്ള സന്മനസ് ഇവർ കാണിച്ചിട്ട് അല്ല കോമൺ സെൻസ് ഉള്ളവർ ചെയ്യേണ്ടത്. പിന്നെ സുധാകരൻ മാറ്റം പറഞ്ഞു. സുധാകരനുള്ള കുഴപ്പം എന്താണ്? സുധാകരൻ രാഷ്ട്രീയത്തിൽ കാണിച്ച റിസൾട്ട് ഇവർക്കാർക്കും ചെറുതായി കാണാനൊക്കെ ഏറ്റവും മിടുക്കനെന്ന് തെളിയിച്ചില്ലേ? വടക്കൻ മേഖലയെല്ലാം കോൺഗ്രസ് സീറ്റ് എടുത്തില്ലേ? ഇവിടെ കോൺഗ്രസിന് 19 സീറ്റും MP സ്ഥാനം മേടിച്ചില്ലേ? അപ്പോൾ ഇതുക്കും ഉണ്ടായിരുന്ന അതേ സീറ്റ് നിലനിർത്താൻ സാധിച്ചു. അന്ന് ഇടതുപക്ഷത്തിൽ ഒരു സീറ്റ് കിട്ടി, ഇപ്പോഴും ഒരെണ്ണം കിട്ടി. പഴയത് കിട്ടിയ സീറ്റ് മുഴുവൻ തന്നെ സുധാകരൻ നിലനിർത്താൻ സാധിച്ചു. വടക്കൻ മേഖലയിൽ സുധാകരൻ തന്നെ തോറ്റു പോകുമെന്ന് പലരും പറഞ്ഞെങ്കിൽ എത്രയോ വോട്ടുകൾ, ലക്ഷക്കണക്കിന് വോട്ടുണ്ട് ഭൂരിപക്ഷത്തിൽ സുധാകരൻ ജയിക്കണമെങ്കിൽ ജനങ്ങളിലുള്ള സുധാകരനുള്ള വിശ്വാസവും ആ തൻ്റെ ഇടമുള്ള അതോടൊപ്പം തന്നെ ഏത് കാര്യത്തിനും നേരിടാനുള്ള ആത്മബലവും തൻ്റെ ഇടവും ആർജവുമുള്ള സുധാകരനെ മാറ്റിയിട്ട് ഏത് മൈഗുണേനെ കൊണ്ടുവരണം? നമുക്ക് ഇവർ ഏതെണ്ണത്തെ കൊണ്ടുവരാനുള്ള എണ്ണത്തിൽ പറ. കൊള്ളാവുന്ന ഒരൊറ്റ എണ്ണയും നട്ടില്ല. പട്ടിക മാനിച്ച ഈ പട്ടിക മാനിച്ചാൽ ഏതാണെന്ന് പറയാം. ഈ പട്ടികയിൽ ഏത് പട്ടിക ഉണ്ടെന്ന് പറ. ഈ പട്ടിക എന്ന് പറയുമ്പോൾ ഈ പട്ടികയിൽ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരനായ KPCC പ്രസിഡൻ്റാക്കാൻ ഇവരാണ് പേര് പറയട്ടെ. പേര് ഇപ്പോൾ കൊള്ളാവുന്ന ഒരാൾ ഞാൻ പറയാം, മുരളി കരുണാകരൻ സാറിന് ഒരു ശബ്ദം പറഞ്ഞ ആർക്കും ഗ്രൂപ്പ് എസത്തിൽ ഏർക്കാന്നുള്ളതല്ലാതെ മുരളി ഒരു പണ്ടും KPCC പ്രസിഡൻ്റായിരുന്ന ഏറ്റവും മിടുക്കനായ KPCC പ്രസിഡന്റ് എന്ന് തെളിയിച്ചല്ലേ മുരളിയാ? എന്തേ മുരളിനാക്കാത്തത് ഇത്? അപ്പോൾ ഇവർക്കെല്ലാം ഉണ്ടല്ല കുറേ ബൊമ്മകളെയാണ് വേണ്ടത്, കഴിവുള്ളവരെ വേണ്ട. അങ്ങനെ കഴിവുള്ളൊരു കോൺഗ്രസ്സിനകത്ത് വളരാൻ എന്നുള്ള നേരത്തെ സമ്മതിക്കില്ല. ആരൊക്കെ കൂടോത്രം വയ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോമൺ സെൻസാലും ഈ സമയത്ത് സുധാകരനെ മാറ്റണമെന്നും കോൺഗ്രസിനകത്തൊരു ചിന്ത വന്നാൽ അവരെ കൊണ്ടുപോകേണ്ട ഉളംപറയല്ലേ? ഏത് കൊച്ചുകുട്ടിക്കും ആലോചിച്ചാൽ മനസ്സിലാകും. ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് MP ആയിട്ട് ജയിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഒരു കാരണവശാലും ഒരിളക്കം തട്ടാതെ സുധാകരനെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഇവിടെ തർക്കങ്ങളുണ്ടാകും. പുതിയൊരാളെ കൊണ്ടുവന്നാലും കോൺഗ്രസിനകത്ത് വലിയ തർക്കങ്ങളുണ്ടാകും എന്നുള്ളത് ഉറപ്പായി നിലനിൽക്കുന്ന കാര്യം. ഒരു കൊള്ളാവുന്ന പലരും എതിർത്ത് കഴിഞ്ഞു. മുരളി എതിർത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വന്ന തരൂരൊക്കെ വളരെ പ്രഗത്ഭന്മാരായ ആളുകളല്ലേ. തരൂർ ഉൾപ്പെടെയുള്ള പലരും നിഷ്പക്ഷമായി പറയുന്ന ആളുകളെല്ലാം തന്നെ എതിർക്കുമ്പോൾ ആരുടെ താല്പര്യത്തിനാണ് സുധാകരൻ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ആരുടെ താല്പര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. വിനാശകാലേ വിപരീത ബുദ്ധി, അതായത് കണ്ടകശനിയാണ്. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കണ്ടകശനി പിടിച്ചവരാണ്. അവർക്ക് ഉൾക്കാഴ്ചയോ കോമൺ സെൻസോ ഉള്ളവരാരും ഇന്നിപ്പോൾ കോൺഗ്രസിനകത്തൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് വെച്ചാൽ അവർക്ക് ഒരിക്കലും സാമൂഹ്യ പരിസ്ഥിതികൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധമോ അവർക്കില്ലെന്ന് അതിൻ്റെ അർത്ഥം.
കേരളത്തിൽ നിന്നുള്ളൊരു നേതാവാണ് ഇതിന് പിന്നിലെന്ന് സുധാകരൻ പറഞ്ഞു. ആരായിരിക്കാൻ സാധ്യത? കേരളത്തിൽ നിന്ന് വരാനുള്ള നേതാവെന്ന് പറഞ്ഞ ആരാണ്? ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കും. അവർ തമ്മിലാണല്ലോ ഇടയ്ക്കിടയ്ക്ക് കോർക്കുന്നത്. ആണ് വി ഡി സതീശനുമായിട്ടാണല്ലോ എപ്പോഴും കോർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശനുമായിട്ട് ഇത് തമ്മിലാണല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ നിർത്തുന്നത്. വി ഡി സതീശന് ആകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ വി ഡി സതീശനും അവിടെ വലിയ സ്വാധീനമുള്ള ആളല്ല. പക്ഷേ പുള്ളി ഞാനും ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസത്തിൽ നേതാവായിട്ട് നടക്കല്ലേ. പുള്ളിക്ക് ഒറ്റയ്ക്ക് എന്തെല്ലാം പറഞ്ഞാൽ കോൺഗ്രസിനെ ബലഹീനമാക്കാനാവുന്ന രീതിയിലുള്ള എന്തെല്ലാം പ്രസ്താവനയാണ് അദ്ദേഹം നടക്കുന്നത്. കോൺഗ്രസിലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് നീങ്ങുന്നതിൻ്റെയാണ് പകരം നിങ്ങൾ അവർ തമ്മിൽ പരസ്പര വിരുദ്ധമായ ശത്രുക്കൾ തമ്മിലുള്ള രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളല്ലേ നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ കാണാത്തത്. ഇതെല്ലാം ഇവരെല്ലാം ഈ കോൺഗ്രസിൻ്റെ സർവനാശം, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ഇവർക്കെല്ലാം വിനാശകാലത്തിൽ വിപരീത ബുദ്ധിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല. അതുകൊണ്ട് മുമ്പ് നല്ലപോലെ പുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. KPCC പ്രസിഡന്റിനെതിരായിട്ട് പറയാവുന്നത് അതിൻ്റെ അപ്പുറമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മൗനം വിദ്വാനുഭൂഷണം എന്നതിൽ ഒരു വിദ്വാനാകാനായിരിക്കും ഇപ്പോൾ നടത്തുന്ന ശ്രമം എനിക്ക് തോന്നുന്നു. ഒരു നീക്കത്തിന് പിന്നിൽ വി ഡി സതീശനാണെന്ന ഒരു തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത് കൊണ്ടായിരിക്കും ഒരു മൗനം ഉണ്ടാവുന്നത്. ഇപ്പോൾ അതെനിക്കറിയില്ല. ഏതായാലും ഒരു വിരുദ്ധ ശക്തികൾ ഇവിടെ ഇദ്ദേഹത്തിനെതിരായിട്ട് സുധാകരനെതിരായിട്ടുണ്ട് എന്നുള്ള നേര് തന്നെ. ആ ശക്തികൾ ആരായാലും ആരെ ഇനി കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇപ്പോഴത്തെ പരിസ്ഥിതി ഒന്നാമതിൽ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവരെ അതിനേക്കാൾ വലിയ യുദ്ധം കോൺഗ്രസിനകത്താണ്. നേതാക്കന്മാരായിരുന്നു അവർക്ക് യുദ്ധം മാറ്റാൻ. ഈ സിന്ദൂർ യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധമാണ് സുധാകർ. മാത്രമല്ല ഈ ചങ്ങലക്ക് പഴാന്ന് പിടിച്ചാൽ എന്ത് ചെയ്യും? ഈ ആനെ തുളത്തി കിട്ടേണ്ടത് ചങ്ങല കൊണ്ടാണ്. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? കേന്ദ്ര നേതാക്കന്മാർക്ക് പോലും ഒരു തീരുമാനം എടുക്കാതെ അവർ തന്നെ ഗ്രൂപ്പ് കളിക്കുന്നില്ലേ? ഇപ്പം നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് കഴിയുന്നവരല്ലേ, നമുക്കൊക്കെ കാണാനും കണ്ടാലും ഒക്കെ മനസ്സിലാവുകയും. കേന്ദ്ര നേതാക്കന്മാർ വരെ ഇപ്പം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച് എന്നെ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞു വിട്ടെന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടോ. ആരെ? സുധാകരനാണ്. ഒരു മാറ്റമില്ല. ഇപ്പോൾ മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാം അപ്പുറേ നേരെ ബ്രഹ്മവെച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എന്തുമാട്ടെ മാറ്റം ഇവിടെ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിനെ കുഴിച്ചിട്ട് ആണിയടിച്ച് നശിപ്പിക്കാൻ പോകുന്ന ശക്തികളാണ്. അവരെല്ലാം അധികാര ദുർമോഹമായിരിക്കും അവർക്ക്. ഈ അധികാര ഉന്മോഹത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന നേട്ടമുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ പിണറായി വിജയൻ തുടർന്നും ഇന്നത്തേക്കാൾ അതിശക്തനായി ഇരട്ടനല്ല അതിൽ കൂടുതൽ ചങ്കോടുകൂടി കേരളം ഭരിക്കാനുള്ള ഒരവസരം ഒന്നുകൂടെ വെട്ടിത്തെളിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. വേണുഗോപാല എന്താണ് നടത്താത്തത്? ഇവരെല്ലാം അടി കൂടെ എന്തെല്ലാം പണിയണമെന്ന് നമുക്ക് വല്ല അറിയാമോ? മുകളിൽ കൂടെ കാണുന്നതും വായുവിൽ കൂടി പറയുന്നതല്ലേ നമുക്ക് അറിയാനൊക്കെയുള്ളു. അടിയിൽ കൂടെ ആർക്കിട്ടല്ലേ എന്തെല്ലാം ഇവർ പണിയുന്നുണ്ടെന്ന് ഇതുപോലെ പണിയുന്ന ആളുകൾ കോൺഗ്രസ്സിലല്ല വേറെ എവിടെയുണ്ട്? പിന്നെ എത്ര ഗ്രൂപ്പുണ്ടെന്ന് അറിയാൻ പാടില്ല. ആർക്കല്ല എന്തെല്ലാം ആകണമെന്ന്. ചിലർക്ക് അടൂർ പ്രകാശനാക്കണം, ചിലർക്ക് ബെന്നി ബെഹ്റാനെ ആക്കണം. ഇങ്ങനെ ഓരോരുത്തരും വേണ്ടി ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകാൻ നടക്കുകയാണ്. സണ്ണി ജോസഫ് കണ്ണൂർ. അങ്ങനെ ഒരു സാധനത്തിന് ആർക്കും പോലും അറിയാൻ പറ്റില്ല.
അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും മത്സരിക്കണം. പക്ഷെ കൊള്ളാവുന്നതിൻ്റെ പേരാരും പറയുന്നില്ല. ഞാനിവിടെ ഇന്നും പബ്ലിക്കിലിടുക മുരളിയുടെ പേര് പറഞ്ഞാൽ ആർക്കെങ്കിലും വെറുക്കാൻ സാധിക്കുമോ? മിടുക്കരാരും KPCC പറയുന്നില്ല. അതാരും എന്തേ പറയാത്തത്? കാരണം ഇവർക്കെല്ലാം വേണ്ടത് പനിനീർ ശെൽവങ്ങളെ വേണ്ടത്. ആ പനിനീർ ശെൽവമായി കിട്ടാൻ പലരെയും കിട്ടുകയില്ല. പനിനീർ ശെൽവമായി കിട്ടുന്നത് ചാളിക്കടിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ കുഞ്ഞിരാമന്മാരെ വേണം ഇവിടെ പലർക്കും, നേതാക്കന്മാർക്ക്. കുഞ്ഞിരാമന്മാർക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ ആൻറ്റി കിൻറ്റി ആണി എന്നൊക്കെ പറഞ്ഞ് ഓരോ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഓരോരുത്തരുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള കുഞ്ഞിരാമന്മാരെയാണ് അവർ കൊണ്ടിരുന്നത്. പ്രഗത്ഭരും മിടുക്കരും കേരളത്തിൽ നല്ല കഴിവ് തെളിച്ചിട്ടുള്ളതുമായ KPCC പ്രസിഡന്റുമാരൊന്നുണ്ട്. അവരാരും പേര് പറയുന്നില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ സർവനാശം. ഈ കെ സുധാകരൻ KPCC അധ്യക്ഷനായ ശേഷം കോൺഗ്രസിന് വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രഗത്ഭനായ രീതിയിൽ കൊണ്ടുപോയി എന്നാണ് വിലയിരുത്തുന്നുണ്ട്. എന്താ സംശയം? കൊണ്ടുപോയതുകൊണ്ടല്ലേ ഈ സീറ്റെല്ലാം കിട്ടിയത്. അല്ലെങ്കിൽ സീറ്റ് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. സുധാകരൻ തോറ്റു പോകുമെന്ന് എല്ലാവരും പറഞ്ഞല്ലേ. രോഗിയാണ്, അപ്പടിയാണ് ഇപ്പടിയാണ്, നടക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് 1.25 ലക്ഷത്തിന് മേലെ വോട്ടിനാണ് ആ മനുഷ്യനെ അവിടെ ജയിച്ചത്. വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരായിട്ടാണ് വോട്ട് ചെയ്തത്. നമ്മൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അസസ് ചെയ്യണം. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. ആ കേന്ദ്രങ്ങളിൽ വരെ അയാൾക്ക് വോട്ട് കിട്ടി. അയാൾ പാർലമെൻറ്റിൽ ഇരുന്നാലേ കൊള്ളാവുന്ന ആളെന്ന നിലയിൽ അയാളെ സെലക്ട് ചെയ്യാൻ അവിടുത്തെ പാർട്ടി അനുഭാവം തയ്യാറായി. അത് സുധാകരൻ വെറും 6ാം കിട നേതാവായിട്ട് കാണരുത്. താൻ 1ാം കിട നേതാവാണെന്ന് കാണിച്ച് തെളിയിച്ചു കൊടുത്തില്ലേ? ആൻ്റണി എന്ത് കാണിച്ചു? നിങ്ങൾ ആൻ്റണി നിൽക്കുന്ന പാർലമെൻറ്റ് നിയോജകത്തിന് ഒരാളെങ്കിലും ജയിച്ചോ? ഒറ്റ കോൺഗ്രസ്സുകാരനില്ല. ആൻ്റണി എത്ര വോട്ട് കിട്ടി? ഐസക് സാറിന് എത്ര വോട്ട് കിട്ടി? അതേസമയത്ത് ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്ക് എത്ര വോട്ട് കിട്ടി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അറിയാം ഈ ആൻ്റണിയുടെ പ്രാഗൽഭ്യം എത്ര ഉണ്ടെന്ന്. 6 നില പൊട്ടിത്തെറിച്ചല്ല. ഓരോ തൽക്കാലം നമുക്ക് കൂടുതൽ കാട് കയറണ്ട. താങ്ക് യു. ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോൾ ഓപ്പറേഷൻ സുധാകർ. യുദ്ധം, അതെ, അതൊന്നും പറയേണ്ടതാണ്. ഈ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്കാർക്ക് മൊത്തം അഭിമാനിക്കാവുന്ന ഒന്നായിരുന്നു. ശത്രുക്കളുടെ ഏതാണ്ട് 9 കേന്ദ്രങ്ങളിൽ അവരെ മാത്രം, സിവിലിയൻസിനെ ഒന്നും ഉപദ്രവിക്കാതെ ശത്രുക്കളെ മാത്രം, അതായത് ഇങ്ങനെ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഗത്ഭരായ നമ്മുടെ സൈന്യം അവർ നിലം പരിശാക്കി. അതിൽ നമുക്ക് അഭിമാനിക്കാം, അവരെ അഭിനന്ദിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും നമ്മളവിടെ സൂക്ഷിച്ച് നിൽക്കേണ്ടതുണ്ട്. ചവിട്ടിവിട്ട പാമ്പാണ്, യാതൊരു ബോധമില്ലാത്തവരാണ്. ഇനിയും പലതിനും വന്നേക്കാം. പക്ഷെ നമ്മളെല്ലാം സൂക്ഷിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ അഖണ്ഡതയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നമ്മുടേതാണെന്നും പാകിസ്ഥാൻ എത്രയോ കൊല്ലമായിട്ട് നിരന്തരം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും മാത്രമല്ല ടൂറിസ്റ്റുകളായിട്ടുന്ന 10-26 നിരപരാധികൾ നെറ്റിലെ പത്നം തൂറ്റിക്കളഞ്ഞിട്ട് സിന്ദൂരം തൂത്തിക്കളഞ്ഞു പേര് ചോദിച്ചിട്ട് വെടിവെച്ചുകൊണ്ടുന്ന നിഷ്ഠുരമായ വർഗീയപരമായ ആ ക്രൂരത ലോകത്ത് ഇതുവരെ നടക്കാത്ത ഒരു സംഭവം. ഇതിന് തിരിച്ചടി ഇനിയും ശക്തമായി കൊടുക്കേണ്ടി വന്നാൽ ശക്തമായി കൊടുക്കുവാനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യ ഗവൺമെൻറ്റിന്, ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നാകെ പിൻബലം കൊടുക്കണമെന്നതോടൊപ്പം സൈന്യത്തിന് ആത്മവീര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഇനിയും അവർക്ക് പോരെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് ഇന്ന് സൈന്യത്തിന് അധികാരം ഇന്ന് ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. സൈന്യം എടുക്കുന്ന എല്ലാ നിലപാടുകളും അവരാലോചിച്ചും വളരെ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടാണ് അവർ ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി വിജയിക്കാനും അതിനുള്ള ആത്മബലവും ധൈര്യവും തൻ്റെ ഇടവും പിൻബലവും നമുക്കെല്ലാവർക്കും
കൊടുക്കണമെന്ന ആ ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.